സോ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു റേഡിയേഷൻ ഓങ്കോളജിസ്റ്റാണ്. അപ്പോൾ റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പല BSc റേഡിയേഷൻ ടെക്നോളജി സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ഷൻ വരാറുണ്ട്. അപ്പോൾ അവർക്ക് കുറേ ഡൗട്ട്സ്, അവരുടെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് അവരെൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, യൂട്യൂബിൽ കുറച്ച് അതുപോലത്തെ വീഡിയോസ് ഇട്ടാൽ അവർക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും, ബാക്കിയുള്ളവർക്കും അത് കുറേ കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ഇടാൻ കാരണം. ഹോൾമാർക്സ് ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസർ സെല്ലിന് ക്യാൻസർ ആകുമ്പോൾ വരുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ക്യാൻസർ സെല്ലിന് ടിപ്പിക്കലാണ് എന്നുള്ളത് കൊണ്ടാണ് അതിനെ ഹോൾമാർക്സ് ഓഫ് ക്യാൻസർ എന്ന് വിളിക്കുന്നത്. 14 ഹോൾമാർക്സ് ആണ് കറൻ്റ്ലി നമ്മൾക്കിപ്പോൾ അറിയാവുന്നതുള്ളത്. ആ 14 എണ്ണവും ഒരേ സെല്ലിൽ തന്നെ വേണമെന്നില്ല, അതിൽ പലതും കാണാം എന്നുള്ളത് കൊണ്ടാണ് നമ്മളതിനെ ഹോൾമാർക്സ് എന്ന് വിളിക്കുന്നത്. സോ നേരത്തെ പറഞ്ഞതുപോലെ 14 ഹോൾമാർക്സ് ആണുള്ളത്. ഇത് കാണുമ്പോൾ വളരെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നും, പക്ഷേ ഈ 14 എണ്ണം ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. കാറ്റഗറൈസ് ചെയ്ത് 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്കതിനെ നോക്കാം. അതായത് ക്യാൻസർ ഒരു ഇല്ലീഗൽ സ്റ്റാർട്ടപ്പ് പോലത്തെ ഒരു സംഭവമാണെന്ന് വിചാരിച്ചാൽ അതിന് സ്റ്റാർട്ടപ്പിന് ആദ്യം തന്നെ നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു എൻജിൻ, അതായത് ഉള്ളിൽ നിന്ന് വരുന്ന നമുക്കൊരു പൊട്ടൻഷ്യൽ, ആ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എൻജിൻ എന്ന് വിളിക്കുന്നത്. എൻജിൻ കാറ്റഗറിയിൽ വരുന്ന 4 പോയിൻറ്റ്സ് ഉണ്ട്. അതേപോലെ എൻജിൻ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അതിന് പുറത്തുനിന്ന് സപ്ലൈ വേണം, അതായത് റിസോഴ്സസ് വേണം. അതിനെയാണ് നമ്മൾ സപ്ലൈ എന്ന് വിളിക്കുന്നത്. ആ കാറ്റഗറിയിൽ നമുക്ക് 4 എണ്ണം ഉണ്ട്. ഇത് രണ്ടും ഉണ്ട്. ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൂടുതൽ മെച്ചപ്പെടണമെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യണം. സോ അതിനെയാണ് നമ്മൾ എക്സ്പാൻഷൻ എന്ന് വിളിക്കുന്നത്. അതിൽ ഒരു 3 എണ്ണം ഉണ്ട്. അതേപോലെ ഇതെല്ലാം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ലോ ഇതിനെല്ലാം കേർബ് ചെയ്യാൻ നോക്കുന്നത് കൊണ്ട് ആ ലോനെ ഓവർകം ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളും നമ്മളുടെ കയ്യിലുണ്ടാവണം, ക്യാൻസർ സെല്ലിൻ്റെ കയ്യിലുണ്ടാവണം. അതിനെയാണ് റൂൾ ബ്രേക്കിംഗ് ഓർ ലോ ബെൻഡിങ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് നോക്കാം: എൻജിൻ, സപ്ലൈ, എക്സ്പാൻഷൻ ആൻഡ് ലോ ബെൻഡിങ്. സോ ആദ്യം നമുക്ക് എൻജിൻ, അതായത് ഉള്ളിൽ നിന്ന് വരുന്ന സിഗ്നൽ കൊണ്ട് നമ്മൾക്ക് ഗ്രോത്ത് ഉണ്ടാവണം, സർവൈവൽ ഉണ്ടാവണം എന്നുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, അതിനെയാണ് എൻജിൻ വിച്ച് കോസസ് ഗ്രോത്ത് ആൻഡ് സർവൈവൽ. അപ്പോൾ അതിനകത്ത് 4 പോയിൻറ്റ്സ് ആണുള്ളത്: സസ്റ്റെയിനിങ് പ്രോളിഫറേറ്റീവ് സിഗ്നലിംഗ്, ഇവേഡിങ് ഗ്രോത്ത് സപ്രസേഴ്സ്, റെസിസ്റ്റിംഗ് സെൽ ഡെത്ത് ആൻഡ് എനേബിളിംഗ് റെപ്ലിക്കേറ്റീവ് ഇമ്മോർട്ടാലിറ്റി. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാൻസർ സെല്ലിന് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും അതിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന സിഗ്നലുകളെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റിയും മരിക്കാതിരിക്കാനുള്ള കപ്പാസിറ്റിയും എന്നും അമർത്യരായിട്ടിരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ സസ്റ്റെയിനിങ് പ്രോളിഫറേറ്റീവ് സിഗ്നലിംഗ്, അതായത് യൂഷ്വലി ഒരു നോർമൽ സെല്ലിന് അവർക്ക് ഗ്രോത്ത് വരണമെങ്കിൽ ഗ്രോത്ത് സിഗ്നൽ വെളിയിൽ നിന്ന് വരണം. ആ ഗ്രോത്ത് സിഗ്നൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഗ്രോത്ത് വരിക. പക്ഷേ ക്യാൻസർ സെല്ലിന് അങ്ങനെ വെളിയിൽ നിന്നൊരു ഗ്രോത്ത് സിഗ്നലിൻ്റെ ആവശ്യമില്ല. അവർക്ക് തന്നെ ഗ്രോത്ത് സിഗ്നൽ ഉണ്ടാക്കാനും അതുമൂലം അവർക്ക് ഗ്രോ ചെയ്യാനും ഉള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അവർ സെൽഫ് സഫീഷ്യൻ്റ് ആണ് ഗ്രോത്ത് സിഗ്നൽസിനെ സംബന്ധിച്ചിടത്തോളം. അതിനെയാണ് സസ്റ്റെയിനിങ് പ്രോളിഫറേറ്റീവ് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. അടുത്തത്, എല്ലാ ക്യാൻസർ സെല്ലുകൾക്കും എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് സപ്രസേഴ്സ് എന്ന് പറഞ്ഞ സിഗ്നലുകൾ വരും. അതായത് നമ്മൾക്കൊരു നോർമൽ സെല്ലുണ്ട്, ഗ്രോത്ത് ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രോത്തിനെ സപ്രസ് ചെയ്യാനുള്ള സിഗ്നൽസ് വരും. അതുകൊണ്ട് ഗ്രോത്ത് അവിടെ അറസ്റ്റ് ആകും. പക്ഷേ ക്യാൻസർ സെൽസ് അങ്ങനത്തെ ഗ്രോത്ത് സപ്രസർ സിഗ്നൽസിനെ ഇവേഡ് ചെയ്യാൻ, അതായത് എസ്കേപ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സെൽസാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അൺചെക്ഡ് പ്രോളിഫറേഷനും നോർമൽ സെല്ലുലാർ ചെക്ക് പോയിൻറ്റിനെ അവോയ്ഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു സെല്ല് ജനിച്ചാൽ എന്തായാലും മരിക്കണം. പക്ഷേ ക്യാൻസർ സെൽസിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അപ്പോപ്ടോസിസ്, അതായത് പ്രോഗ്രാംഡ് ആയിട്ടുള്ള സെൽ സൂസൈഡ് എന്നുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നേയില്ല. അതുകൊണ്ട് അവർക്ക് സെൽ ഡെത്ത് ഇല്ല. അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് അവരുടെ ലോങ് സർവൈവലിന് വേണ്ടിയിട്ട്. അടുത്തത് എനേബിളിംഗ് റെപ്ലിക്കേറ്റീവ് ഇമ്മോർട്ടാലിറ്റി, അതായത് ഈ സെല്ലുകൾക്ക് മരണമില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഒരു നോർമൽ സെല്ലിൻ്റെ ടീലോമിയർ എന്ന് പറഞ്ഞൊരു എൻഡ് ഉണ്ട്. എല്ലാ
ക്രോമസോമിൻ്റെ എൻഡിലും ടീലോമിയർ ഉണ്ട്. ഓരോ ഡിവിഷൻ കഴിയുമ്പോഴും ടീലോമിയറിൻ്റെ ലെങ്ത്ത് കുറഞ്ഞ് ഒരു പരിധിയിൽ കൂടുതൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ല് ഡെത്ത് ആവുകയാണ് നോർമൽ സെല്ലുകളിൽ സംഭവിക്കുന്നത്. പക്ഷേ ക്യാൻസർ സെല്ലിൽ ടീലോമറേസ് എന്ന് പറഞ്ഞ എൻസൈം മൂലം, അതിൻ്റെ ആക്ടിവിറ്റി മൂലം ഈ ടീലോമിയർ ലെങ്ത്ത് കുറയുന്നില്ല. ടീലോമിയർ ലെങ്ത്ത് കുറയാത്തതുകൊണ്ട് ഇതിന് അങ്ങനൊരു സെൽ ഡെത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെയും ഇവർ ഇമ്മോർട്ടാലിറ്റി അച്ചീവ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. എൻജിൻ ക്ലിയറായി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എൻജിൻ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, നമുക്ക് റിസോഴ്സസ് വേണം. റിസോഴ്സസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി, ഇപ്പോൾ ഒരു ക്ലോത്ത് ബിസിനസ് തുടങ്ങി, അപ്പോൾ നമുക്ക് ക്ലോത്ത് വേണം, അതിൻ്റെ സ്റ്റിച്ചിങ് വേണം, നമ്മൾക്ക് മിനിമത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണം, അങ്ങനെ കോമ്പറ്റീഷൻ ഉള്ളതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ പല കാര്യങ്ങളുണ്ടെങ്കിലാണ് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുക. അതേ സെയിം പോലെ തന്നെ ക്യാൻസർ സെല്ലിന് ആദ്യം സപ്ലൈ വേണം. സപ്ലൈ എന്ന് പറയുന്നത് ന്യൂട്രിയൻസും ഓക്സിജനുമാണ്. അപ്പോൾ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിന് ബ്ലഡ് വാസ്കുലേച്ചർ അവർ തന്നെ അതിന് ചുറ്റും ഉണ്ടാക്കി അവർ തന്നെ എങ്ങനെയെങ്കിലും ബ്ലഡ് സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കും. അതുകൊണ്ട് എന്താണ്, ന്യൂട്രിയൻസിൻ്റെയും ഓക്സിജൻ്റെയും ബുദ്ധിമുട്ട് അവർക്ക് വരുന്നേ ഇല്ല. അങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്യും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വളരെ ആക്റ്റീവായിരുന്ന് കുറേ മെറ്റബോളിസം നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എനർജി റിക്വയർമെൻറ്റ് കൂടും. അങ്ങനെ ഒരു എനർജി റിക്വയർമെൻറ്റ് കൂടിയ സ്റ്റേറ്റിൽ നിന്നാൽ അവരുടെ കാര്യങ്ങൾക്ക് പ്രശ്നം വരും. അവർക്ക് അങ്ങനെ റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യാനോ പ്രോളിഫറേറ്റ് ചെയ്യാനോ പറ്റത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരുടെ സെല്ലുലാർ മെറ്റബോളിസം ഡീറെഗുലേറ്റ് ചെയ്യും. അതായത് കുറച്ച് പതുക്കെ മെറ്റബോളൈസേഷൻ നടന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് എനർജി റിക്വയർമെൻറ്റ് കുറച്ച് മതി. അങ്ങനെ മെറ്റബോളിസം ഡീറെഗുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ക്യാൻസർ സെൽസിനുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ എന്ത് സാധനം വന്നാലും അതിന് ഇമ്മ്യൂണിറ്റി എപ്പോഴും ഒപ്പോസ് ചെയ്യാൻ നോക്കും. അതാണ് നമ്മളുടെ നോർമൽ ഒരു ബോഡി ഫിനോമിന. പക്ഷേ ക്യാൻസർ സെൽസിന് ആ ഇമ്മ്യൂണിറ്റീനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, എങ്ങനെ അതിൽ നിന്ന് ഒളിച്ചു നിൽക്കാം എന്നുള്ളതിന് നല്ല കഴിവുള്ള ആൾക്കാരാണ് ക്യാൻസർ സെൽസ്. അതാണ് ഇമ്മ്യൂണിവേഷൻ. പിന്നെ പോളിമോർഫിക് മൈക്രോബയോം, അതായത് നമ്മളുടെ ബോഡിയിലുള്ള നോർമൽ മൈക്രോബയോം എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള ഓർഗാനിസംസ്, ആ ഓർഗാനിസംസിനെ അവരുടെ ഫേവറിലേക്ക് ടേൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ക്യാൻസർ സെൽസിനുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൈക്രോബയോമിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള കീമോകൈൻസ്, അവർക്ക് ആവശ്യമുള്ള സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ് ചെയ്ത് അവരുടെ ട്യൂമർ പ്രോഗ്രഷനും എല്ലാം യൂസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. അതാണ് ക്യാൻസർ സെല്ലിൻ്റെ സപ്ലൈനെ സംബന്ധിച്ചിടത്തോളമുള്ള 4 പോയിൻറ്റ്സ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് സപ്ലൈ വന്നു, നമ്മൾക്ക് ഇന്നേറ്റ് ആയിട്ടുള്ള കപ്പാസിറ്റി കൊണ്ട് ഗ്രോ ചെയ്തു. ഇനി അവിടെ തന്നെ നിന്നാൽ പോരാ, നമുക്കത് എക്സ്പാൻഡ് ചെയ്യണം, പല സ്ഥലത്തേക്ക് പോകണം. അതിനെയാണ് നമ്മൾ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം ക്യാൻസർ സെൽസിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് മെറ്റസ്റ്റേസിസ് ആണ്, അതായത് വേറെ സ്ഥലത്തേക്കുള്ള പോക്കാണ്. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ലോക്കലി അവർ ഗ്രോ ചെയ്ത് ബ്ലഡ് വെസൽസിലേക്കും ലിംഫാറ്റിക്സിലേക്കും കയറിയതിന് ശേഷം അത് മെറ്റസ്റ്റസൈസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെയുള്ളത് ഫീനോട്ടിപ്പിക് പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ല് വേറൊരു സെല്ലായിട്ട് ആവശ്യാനുസരണം മാറാൻ പറ്റുന്നതിനെയാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഫീനോട്ടിപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർഫോളജിക്കൽ, അതായത് അവരുടെ സ്ട്രക്ചറൽ ചേഞ്ച് കൊണ്ടുവന്നിട്ട് അവർക്ക് അങ്ങനെ ഒരു മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റുന്നുണ്ടെന്ന്. അപ്പോൾ ആ പ്ലാസ്റ്റിസിറ്റി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കീമോതെറപ്പി കൊടുക്കുന്നു അല്ലെങ്കിൽ റേഡിയേഷൻ കൊടുക്കുന്നു, അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടൈപ്പ് ഓഫ് സെൽ, ഇപ്പോൾ സ്ക്വാമസ് സെല്ലിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ഡോസാണ് കൊടുക്കുക, അഡിനോ കാർസിനോമയ്ക്ക് ഒരു ഡോസാണ് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ സ്ക്വാമസ് സെല്ലായിട്ട് ഇരിക്കുന്ന സെല്ല് കുറച്ച് അഡിനോ കാർസിനോമയുടെ പ്രോപ്പർട്ടീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളുടെ റേഡിയേഷനും കീമോയും ഒന്നും വർക്ക് ചെയ്യാത്ത ഒരു കാറ്റഗറിയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവരുടെ സർവൈവൽ കുഴപ്പമില്ലാതെ പോകും. അതിനെയാണ് ഫീനോട്ടിപ്പിക് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. പിന്നെ സെനസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽസിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അവർ മരിച്ചു പോവുകയാണ് ചെയ്യുക. പക്ഷേ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെനസെൻസ് സെൽസ് എന്ന് പറഞ്ഞാൽ അത് മരിക്കുന്നില്ല, അവർക്ക് ഡാമേജ് വന്നതിന് ശേഷം അവർ സോംബീസ് ആയിട്ട് സർവൈവ് ചെയ്യുകയാണ്. അതായത് അവർക്ക് ഡാമേജ് ഉണ്ട്, അവർക്ക് ഡിവൈഡ് ചെയ്ത് ഇനി
റെപ്ലിക്കേറ്റീവ് കപ്പാസിറ്റി ഇല്ല, പക്ഷെ അവർ ബോഡിയിൽ സർവൈവ് ചെയ്ത് പോവാണ്. അങ്ങനെ സർവൈവ് ചെയ്യുന്ന സെൽസിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ കീമോകൈൻസും സബ്സ്റ്റൻസസും അവരുടെ ഫേവറിൽ ഉണ്ടാക്കിപ്പിക്കാനും അങ്ങനെ ക്യാൻസർ പ്രോഗ്രഷൻ വരുത്തിക്കാനും ക്യാൻസർ സെൽസിന് കപ്പാസിറ്റി ഉണ്ട്. അതിനെയാണ് നമ്മൾ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, ഓക്കെ, നമ്മളുടെ ബിസിനസ് നല്ല സൂപ്പറായിട്ട് വന്നു. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ലോ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ലോ എന്ന് പറയുന്നത് ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം ജെനറ്റിക്സ് ആണ് അതിൻ്റെ ലോ ആൻഡ് ഓർഡർ. അപ്പോൾ ആ ജെനറ്റിക്സിനെ തന്നെ അടിച്ചാൽ പിന്നെ ലോ ആൻഡ് ഓർഡർ ഇസ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. അതിനെയാണ് ബ്ലൂ പ്രിൻ്റ് എന്ന് വിളിക്കുന്നത്. നമ്മളുടെ ബോഡിയുടെ ബ്ലൂ പ്രിൻ്റ് ജെനറ്റിക്സ് ആണ്. അപ്പോൾ ജെനറ്റിക്സിനെ അടിക്കുന്നതാണ് അടുത്ത 3 കാറ്റഗറിയിൽ വരുന്നത്. ഒന്ന് ജീനോമിക് ഇൻസ്റ്റെബിലിറ്റി ആൻഡ് മ്യൂട്ടേഷൻ. അത് നമുക്കറിയാം, ഏത് ക്യാൻസർ ഉണ്ടാവണമെങ്കിലും ജീനോമിക് ഇൻസ്റ്റെബിലിറ്റി മ്യൂട്ടേഷൻ കൊണ്ടാണ് ഉണ്ടാവുന്നത് തന്നെ. അത് തന്നെ പിന്നെയും മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല, ക്യാൻസർ പിന്നെയും പ്രോഗ്രസ് ചെയ്യും, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നു. അതായത് മ്യൂട്ടേഷൻ റേറ്റ് കൂടുതലാണ്, അപ്പോൾ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ക്യാൻസർ പ്രോഗ്രസ് ചെയ്യും. അതിനെയാണ് ജീനോമിക് ഇൻസ്റ്റെബിലിറ്റി ആൻഡ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ ട്യൂമർ പ്രൊമോട്ടിങ് ഇൻഫ്ലമേഷൻ. നമുക്കറിയാം, എന്ത് വന്നാലും അതിൻ്റെ ചുറ്റും ഇൻഫ്ലമേഷൻ, അതായത് ബോഡിയിൽ എന്ത് ഇൻഫെക്ഷൻ വന്നാലും എന്ത് ഗ്രോത്ത് വന്നാലും അതിൻ്റെ ചുറ്റും ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ആ ഇൻഫ്ലമേഷൻ കൊണ്ട് ഉണ്ടാവുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സും സബ്സ്റ്റൻസസും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂമർ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അതാണ് ട്യൂമർ പ്രൊമോട്ടിങ് ഇൻഫ്ലമേഷൻ. പിന്നെ എപ്പിജെനറ്റിക് റീപ്രോഗ്രാമിംഗ്. എപ്പിജെനറ്റിക് റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ ജെനറ്റിക്സിന്, അതായത് DNA-ക്ക് വലിയ പ്രശ്നം വരുന്നില്ല, അതായത് ഹാർഡ്വെയർ ആയ ജീനിന് ഒരു പ്രശ്നം വരുന്നില്ല, പക്ഷേ അതിൻ്റെ വർക്കിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ, അതാണ് നമ്മൾ എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത്. ആ എപ്പിജെനറ്റിക്സിലാണ് ഈ കേസിൽ ചേഞ്ചസ് വരുന്നത്. അതുകൊണ്ട് ജീൻ എക്സ്പ്രഷനിൽ വരുന്ന ഓൾട്രേഷൻ ആണ് ഉണ്ടാവുന്നത്. പക്ഷേ ജെനറ്റിക് ആക്ച്വലി കോഡിങ്ങിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. അതിനെയാണ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹോൾമാർക്സ്. ഇപ്പോൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മളുടെ മെയിനായിട്ട് ഉള്ളിൽ നിന്ന് വരുന്നത്, അതായത് പ്രൊളിഫറേറ്റീവ് സിഗ്നൽസ്, ഗ്രോത്ത് സപ്രസേഴ്സ് ഇല്ലാതാക്കുന്നത്, എനേബിളിംഗ് റെപ്ലിക്കേറ്റീവ് ഇമ്മോർട്ടാലിറ്റി ആൻഡ് റെസിസ്റ്റിംഗ് സെൽ ഡെത്ത്. അത് 4 എണ്ണമാണ് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന നമ്മളുടെ മോട്ടിവേറ്റേഴ്സ് ആയിട്ടുള്ളത്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞതുപോലെ പുറത്തുനിന്നുള്ള സപ്ലൈ വേണം. അതിന് ഡീറെഗുലേറ്റിംഗ് സെല്ലുലാർ മെറ്റബോളിസം ഉണ്ട്, വാസ്കുലേച്ചർ കൂട്ടുന്ന പരിപാടിയുണ്ട്, പോളിമോർഫിക് മൈക്രോബയോം കാരണം വരുന്നതുണ്ട്, അതുപോലെ ഇമ്മ്യൂൺ ഡിസ്ട്രക്ഷൻ ഇല്ലാതാക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ എക്സ്പാൻഡ് ചെയ്യണം. നമ്മളുടെ ഈ പ്രശ്നമുള്ളതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇൻവേഷൻ മെറ്റസ്റ്റേസിസ്, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്റ്റെപ്പ്. പിന്നെ ഫിനോട്ടിപ്പിക് പ്ലാസ്റ്റിസിറ്റി, പിന്നെ സെനസെൻസ് സെൽസ് അവരുടെ ഫേവറിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളുടെ ലോനെ ബെൻഡ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം, അതായത് ജെനറ്റിക്സിനെ എഫക്റ്റ് ചെയ്യുന്ന സിസ്റ്റം, അതാണ് ജീനോമിക് ഇൻസ്റ്റെബിലിറ്റി ആൻഡ് മ്യൂട്ടേഷൻ, നോൺ മ്യൂട്ടേഷണൽ എപ്പിജെനറ്റിക് റീപ്രോഗ്രാമിംഗ് ആൻഡ് ദെൻ ട്യൂമർ പ്രൊമോട്ടിംഗ് ഇൻഫ്ലമേഷൻ. അപ്പോൾ ഇനി ആക്ച്വലി നാച്ചുറലി ഒരു ഡൗട്ട് വരാം, നമ്മൾ എന്തിനാണ് ഈ ഹോൾമാർക്സ് പഠിക്കുന്നത്? അതുകൊണ്ട് എന്താണ് ഒരു കാര്യം? ഹോൾമാർക്സ് നമ്മൾ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ട്യൂമറിൻ്റെ ബിഹേവിയർ അറിയാൻ പറ്റും. അതുപോലെ തെറപ്യൂട്ടിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് അത് നമുക്കറിയാൻ പറ്റും. ടാർഗറ്റഡ് തെറപ്പീസ് യൂസ് ചെയ്യാനായിട്ട് ഇതറിയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് നമുക്കത് പേഷ്യൻ്റ് ബേസ്ഡ് ആയിട്ട് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള മെക്കാനിസംസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റും. ഇതെല്ലാം മൂലം നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഔട്ട്കം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഹോൾമാർക്സ് ആക്ച്വലി ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സർവൈവൽ അഡ്വാൻറ്റേജ് ആണെങ്കിലും നമ്മൾക്ക് അതുപയോഗിച്ച് ടാർഗറ്റ് ചെയ്ത് തെറപ്പി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് അതൊരു ഫേവറബിൾ തിങ്ങാണ് നമുക്ക് ഹോൾമാർക്സ് അറിയുന്നത്.